ഹലോ ഗൈസ്, എല്ലാവർക്കും അല്ലൂസ് മല്ലൂസ് യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒരു കൊതി കൊണ്ട് ഞാനത് ഉണ്ടാക്കിയതാണ്. എങ്ങനെ ആണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ആദ്യം തന്നെ അതിൻ്റെ എല്ലെല്ലാം മാറ്റിയിട്ട് ഞാൻ ആദ്യം തന്നെ അത് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ ജാർ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയിൽ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത ചിക്കൻ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് അതേപോലെ തന്നെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേണ്ടവർക്ക് ചില്ലി പൗഡർ യൂസ് ചെയ്യാൻ കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മോമോസിനകത്ത് വെക്കുന്ന ഫില്ലിങ്. അപ്പം ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ആവിയിൽ വേവിക്കുമ്പം ഞാൻ മിക്ക വീഡിയോസിലും കണ്ടത് അവർ ഇതുപോലെ ഫ്രൈ ആക്കുന്നില്ല. പക്ഷെ ഞാനിത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ നമ്മുടെ മോമോസിന് വേണ്ടിയിട്ടുള്ള മൈദ മാവ് കുഴച്ചെടുത്ത് ചൂടുവെള്ളവും ഉപ്പും ഉപയോഗിച്ച് കുഴച്ചെടുത്ത് കുറച്ച് ഓയിലും കൂടെ പുരട്ടിയാണ്. പക്ഷേ ഇതിന് നല്ല നമ്മൾ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് കുറച്ച് ഓയിലൊക്കെ ഇട്ട് അതാകുമ്പോൾ അധികം അടിയിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം ഇത് നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് എല്ലാവരുടെയും വീട്ടിൽ കാണും അതിൻ്റേതായിട്ടുള്ള ഷേപ്പ് വരുത്തുന്ന കുറേ സംഭവങ്ങൾ. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഗ്ലാസ് ഉപയോഗിച്ച് അതൊരു റൗണ്ട് ഷേപ്പൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫില്ലപ്പിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ചിക്കൻ്റെ ആ ഒരു സംഭവം നമ്മൾ അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ഫില്ലപ്പ് ചെയ്തിട്ട് ആവിയിൽ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തക്കാളി സോസോ അങ്ങനെ എന്തെങ്കിലും ചില്ലി സോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇത് കുറച്ച് ഓയിൽ അതിനകത്ത് തേച്ചിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ ഗൈസ്.